ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദന്. നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് കണക്കുകൾ ഡിസ്കസ് ചെയ്യാൻ പോണത് അത് USS മോഡൽ എക്സാം 2025 ചോദിച്ച മാത്സിലെ ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്: 1111 ഡിവൈഡഡ് ബൈ 3333 പ്ലസ് 222 ബൈ 666 പ്ലസ് 33/9 പ്ലസ് x ഈക്വൽ ടു 4/3. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്? എക്സിന്റെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കണം. വലിയ സംഖ്യ ഹരിക്കണോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട. അപ്പൊ നമുക്ക് ഇതിന് എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റുക നോക്കാം. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, 1111. എനിക്ക് 1111 ഇങ്ങനെ എഴുതാലോ, 1 ഇൻറ്റു 1111 ഇങ്ങനെ എഴുതിക്കൂടെ. അതേപോലെ തന്നെ 3333 എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 1111 ഇങ്ങനെ എഴുതിക്കൂടെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ടായി? രണ്ട് കോമൺ ആയിട്ടുള്ള നമ്പർ പോയി. നെക്സ്റ്റ് ഇവിടെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എന്തെഴുതാം? അല്ലെങ്കിൽ 1 ഇൻറ്റു തന്നെ എഴുതാം. ഇവിടെ 1 ഇൻറ്റു തന്നെ എഴുതാം. 1 ഇൻറ്റു 2 2 2. അതേപോലെ തന്നെ 3 ഇൻറ്റു 2 2 2 ഇങ്ങനെ എഴുതാലോ. അപ്പോൾ മുകളിൽ രണ്ടും എന്താണ്? കോമൺ ആയ നമ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. പ്ലസ് ഇവിടെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 11 എഴുതാം. അതേപോലെ തന്നെ 9 ഇൻറ്റു 11 എഴുതാം. പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 4/3. ഇതൊക്കെ ഓൾറെഡി നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്തേ. അപ്പൊ ഇവിടെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1/3 ആണ്. ഇവിടെയും കിട്ടിയത് എന്താണ്? 1/3 ആണ്. ഇനി ഇവിടെ നമ്മൾ ഒന്ന് ഇതിനെ കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 3/9 എന്ന് പറഞ്ഞാൽ എന്താണ്? അതും 1/3 ആണ്. ഓക്കെ, പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 4/3 ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 എത്ര 1/3 ഉണ്ട്? 3/3 അല്ലെ? 3 1/3 ഉണ്ട്. അപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/3. 3/3 എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും 1 ആണ്. പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 4/3. നമ്മളിപ്പോ 3/3 തന്നെ വെക്കാം, കാരണം നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അതായിരിക്കും എളുപ്പം. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്. 3/3 എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 എന്ന് പറയുന്നത് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫോം ചെയ്യും? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പൊ ഇവിടെ 4/3. 3/3 പോസിറ്റീവ് ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. സോ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ അത് നെഗറ്റീവ് ആയി മാറും, നെഗറ്റീവ് 3/3. സോ 4/3 3/3 പോയാൽ ആൻസർ 1/3. സോ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 1/3. നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സി ഓപ്ഷൻ ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: How many parts is 58.351 of the number 58,351? അപ്പൊ ഇവിടെ നമുക്ക് പോയിന്റ്, ഡെസിമൽ പോയിന്റിന് കഴിഞ്ഞിട്ടുള്ള നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എത്ര പാർട്സ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 58 എന്ന് പറയുന്നത് നമ്മളെ ഹോൾ പാർട്ടാണ്. അപ്പൊ ഡെസിമൽ പാർട്ട് എവിടെയാണ് വരുന്നത്? പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് അല്ലെ? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട്? 1 2 3 1 2 3 സംഖ്യകളുണ്ട്. അപ്പോ 1 2 3 ഈ 3 സംഖ്യ കഴിഞ്ഞിട്ടാണ് ഇവിടെ നമുക്ക് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 0.351 ആണ് നമ്മുടെ ഡെസിമൽ പാർട്ട്. അപ്പൊ പോയിന്റ് 0.351 എന്ന് പറഞ്ഞാൽ എന്താണ്? 351 ഡിവൈഡഡ് ബൈ 1000 ആണ് അല്ലെ? 1000ന്റെ ഭാഗമാണ്. കാരണം ഇത് 1 എത്ര? ഇത് ടെൻസ് ആണ്. ടെൻസ് നമ്മൾ ഡെസിമൽ പോയിന്റ് വായിക്കും. ഡെസിമൽ പോയിന്റ് നമ്പേഴ്സ് നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാ നമ്മൾ ഇതിനെ പാർട്ട് ചെയ്യാം? ഇത് 1/10 അല്ലെ? 10ൽ ഒരു ഭാഗം, ഇത് 100ൽ ഒരു ഭാഗം, ഇത് 1000ൽ ഒരു ഭാഗം. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ ആണ്. സോ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക? 1/1000. കാരണം 3 സംഖ്യകളാണ്. അപ്പോൾ 3 സംഖ്യകൾ നമ്മൾ മാറ്റിയിട്ട് എഴുതണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 1/1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നെക്സ്റ്റ്: If the length of a rectangle is 21 centimeter and the breadth is 29 centimeter, what is the area?
ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ നമുക്ക് അറിയാം എങ്ങനെ കാണുക. ഏരിയ എന്ന് പറഞ്ഞാല് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ. ലെങ്ത് എന്ന് പറയുന്നത് 21 ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്ര, ലെങ്ത് 29 ബ്രെഡ്ത്ത് എത്രയാണ് 21 ആണ്. സോ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. എങ്ങനെ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കാണുക, 29 ഇൻറ്റു 21. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാല് ഇത് ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ചോദ്യ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ ഓപ്ഷൻസ് തെറ്റാണ്. സോ ശരിക്കും ആൻസർ 29നെ നമുക്ക് 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ കിട്ടുക 9 2 18 5. അപ്പോ 609 ആണ്. അത് ഇവിടെ ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ചിലപ്പോ അവർ ഉദ്ദേശിച്ചത് 21 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയാനില്ല, അപ്പൊ അത് സ്ക്വയർ ആയല്ലോ അല്ലെ. അപ്പൊ ഈ ഓപ്ഷനിലൊന്നും അവിടെ ആൻസർ ഇല്ല. ശരിക്കും നമ്മൾ റെക്റ്റാങ്കിളിന്റെ ഒരു ഏരിയ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലെങ്തിനെ ബ്രെഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് മസ്റ്റ് 2/5 മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് 1? 2/5നെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 1 കിട്ടുക? ഓക്കെ, അപ്പോൾ ലെറ്റ് ദ നമ്പർ ബി എക്സ്. സത്യം പറഞ്ഞാൽ ഇവിടെ എക്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യാം. നമുക്ക് 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്ത് കട്ട് ചെയ്ത് കളയണം അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും 5/2 എഴുതിയാൽ മതി. അപ്പൊ 5 5 പോയി 2 2 പോയി നമുക്ക് 1 കിട്ടും. അപ്പൊ നമ്മുടെ സംഖ്യ ഏതാണ്, 5/2 ആണ്. 5/2 എന്ന് പറഞ്ഞാൽ 5ന്റെ പകുതി. 5ന്റെ പകുതി എത്ര, 2.5 ആണല്ലോ. സോ ആൻസർ എന്താണ്, 2.5. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, y പ്ലസ് n മൈനസ് n. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പ്ലസ് ആയതുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. മൈനസ് n. അപ്പോ n പോയാൽ n പോയി 0. ആൻസർ ഈസ് y. ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5.5 ഇൻറ്റു 23 മൈനസ് 4.5 ഇൻറ്റു 23. ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പഠിച്ചിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു നമ്പറിനെ നമ്മൾ വേറെ 2 നമ്പറിന്റെ അഡീഷൻ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക, എക്സ് ഇൻറ്റു വൈ ഈസ് എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് സെഡ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ നോക്കി നോക്കൂ, 23 ഇവിടെ കോമൺ ആണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, എക്സ് കോമൺ ആണ്. അപ്പൊ ആ കോമൺ ഉള്ള നമ്മൾ വേരിയബിളിനെ ബാക്കി 2 വേരിയബിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെ തന്നെ ഇവിടെ 23 എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, കോമൺ ആണ് അല്ലെ. 23 എന്നുള്ളത് കോമൺ ആണ്. ബാക്കി വരുന്നത് 5.5, പിന്നെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് എടുക്കും. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ എഴുതും, 5.5. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 5.5 മൈനസ് 4.5. അവിടെ 2 ഇതിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ 23. അപ്പൊ 5.5 4.5 സബ്ട്രാക്ട് ചെയ്താൽ 1 കിട്ടും. 1 ഇൻറ്റു 23 ഈസ് 23. അങ്ങനെ എല്ലാതും ചെയ്യാം. നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൈനസ് അങ്ങനെ ചെയ്യാം. പക്ഷെ അതെന്താ വെച്ചാൽ ലോങ് മെത്തേഡാണ്. നമുക്ക് എക്സാമിന് ലിമിറ്റഡ് ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കണം. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹാഫ് ഓഫ് 1/100? അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 1/100ന്റെ പകുതി എത്രയാണ്? 1/100ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 1, 100 ഇൻറ്റു 2 200. അപ്പോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോ കണ്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന എല്ലാ ചോദ്യമൊക്കെ ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ആണ്. അപ്പോൾ എല്ലാ ടൈപ്പ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അധികം നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് കണ്ട ഒരു പരിചയം വരും. ഓക്കെ, എന്തെങ്കിലും ഈ വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അതേപോലെ തന്നെ ഇനി കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ടിൽ ദെൻ ബൈ.